വൈദിക യോഗം നാളെയാണ്. ഇനി ഒരു നാൾ മാത്രമേയുള്ളൂ. വിശ്വാസികൾ ഒരുമിച്ച് നിന്നതുകൊണ്ടാണ് കഴിഞ്ഞ 5-ാം തീയതി ഒരു തീരുമാനവും എടുക്കാതെ വിമതർക്ക് മുട്ടുമടക്കി പോകേണ്ട സാഹചര്യമുണ്ടായത്. എന്നാൽ നാളത്തെ യോഗത്തിൽ സഭാ നേതൃത്വത്തെ മുൾമുനയിൽ നിർത്തി കാര്യങ്ങൾ സാധിച്ചെടുക്കാൻ സാധ്യതയുണ്ട്. അതിനാൽ ജൂൺ 5-നേക്കാളും വർദ്ധിത ഊർജത്തോടെ വിശ്വാസികൾ ഒരുമിച്ച് നിന്ന് പൊരുതിയെങ്കിൽ മാത്രമേ നാളത്തെ സമരം വിജയിക്കൂ. അതിനാൽ ഒരു ദിവസത്തെ നമ്മുടെ മറ്റു പരിപാടികൾ മാറ്റിവെച്ച് സഭയ്ക്ക് വേണ്ടി പോരാടാൻ കൂടെയുണ്ടാവണം. നമ്മളോട് അനുഭാവമുള്ളവരെ കൂടി പങ്കെടുപ്പിക്കുവാൻ ഈ ഗ്രൂപ്പിലെ എല്ലാ മെമ്പേഴ്സും തയ്യാറാകണമെന്ന് അഭ്യർത്ഥിക്കുന്നു. പഴയ അനുഭവം വെച്ച് വിമത ഡിമാൻഡുകൾ നടക്കുമോ എന്നുള്ള ഭയം അവരെ അലട്ടുന്നുണ്ട്. പിളർന്നു വേറെ സഭയാകണം എന്ന വിമതരുടെ ആഗ്രഹം ഒന്ന് നടന്നെങ്കിൽ, ഒന്ന് പോയി തന്നിരുന്നെങ്കിൽ വലിയ ഉപകാരമായിരുന്നേ എന്നാണ് വിശ്വാസികൾ ആഗ്രഹിക്കുന്നത്. 4 വർഷമായി ഈ മനസ്സിലിരിപ്പ് കൊണ്ടു നടന്ന് പോരടിക്കുന്നു. മാർപ്പാപ്പയെ ധിക്കരിച്ച ഒറ്റ കാരണത്താൽ ഇവരെ സഭയ്ക്ക് പുറത്താക്കാം. പക്ഷേ സിനഡ് അനങ്ങിയില്ല. അവർ ആഭിചാര കുർബാന അർപ്പിച്ചു. നടപടിയെടുക്കുവാൻ റോം പറഞ്ഞു. പക്ഷേ സിനഡ് അനങ്ങിയില്ല. താഴത്ത് പിതാവിൻ്റെ കണ്ടുപിടുത്തം സഭ പിളരുമത്രേ. അവർ പിളർത്തുവാൻ വേണ്ടിയാണ് നടക്കുന്നതെന്ന് അറിയാത്ത പോഴന്മാർ ഇപ്പോൾ ദേ വീണ്ടും പിളർന്നാൻ മതിയത്രേ. അതിനുവേണ്ടി ചന്ദ്രനിൽ ഒരേക്കർ സ്ഥലം വേണം. മുണ്ടാടനെ മാർപ്പാപ്പയാക്കണം. കടലിലെ വെള്ളം കോരി കുടിക്കാൻ പറ്റണം. ജനാഭിമുഖം വേണം. ഇമ്മാതിരി ഒരിക്കലും നടക്കാത്ത കാര്യങ്ങൾ ചോദിക്കുന്നു. തന്നില്ലേൽ പിളരുമെന്ന ഭീഷണിയും. വിശ്വാസികൾക്കൊന്നേ പറയാനുള്ളൂ, ഏകീകൃത കുർബാന നടപ്പാക്കണം. അതിന് സമ്മതമില്ലാത്ത പോകാൻ നിൽക്കുന്നവരെ പുറത്തേക്കുള്ള വഴി കാണിച്ചു കൊടുക്കണം. അതുപോലെ സഭാ മേലധികാരികളുടെ നിർദ്ദേശങ്ങൾ അനുസരിക്കാത്ത നടപ്പിലാക്കാത്ത മേജറിനും മേജർ വികാരിക്കും വൈദിക സമ്മേളനം വിളിച്ചുകൂട്ടാൻ ആരാണ് അധികാരം നൽകിയിട്ടുള്ളത്? സഭയെ നിരന്തരം ദ്രോഹിക്കുന്ന വിമത മണവാളനെ ബസിലിക്കയിൽ നിന്നും പുറത്താക്കണമെന്ന് സഭയുടെ അത്യുന്നത കോടതി പറഞ്ഞു. ആവശ്യമെങ്കിൽ പോലീസിന്റെ സഹായവും തേടണമെന്നും പറഞ്ഞിട്ടും സഭാ കോടതിയെ മാനിക്കാതെ മേജറും വികാരിയും സഭയോടൊപ്പം നിൽക്കുന്നവരെ വിരട്ടാൻ പോലീസിനെ ഉപയോഗിച്ചാൽ പണിവാളും. നിങ്ങൾ സഭയുടെ പുരോഹിതരാണെങ്കിൽ സഭാ സിനഡ് എടുത്ത തീരുമാനം മാത്രം നടപ്പിലാക്കിയാൽ മതി. സമവായം കണ്ണൂരിൽ നടപ്പിലാക്കിയാൽ മതി. വേലി തന്നെ വിളവ് തിന്നുന്നുവെന്ന് പറഞ്ഞു കേട്ടിട്ടേയുള്ളൂ. ഇപ്പോൾ കണ്ടു. സഭയോടൊപ്പം നിൽക്കുന്ന സഭാസ്നേഹികളായ വിശ്വാസികളെ അകറ്റി നിർത്തി എന്ത് ചർച്ചയാണ് ഈ പിതാക്കന്മാർ നടത്തുന്നത്? വൈദിക സമ്മേളനത്തിൽ പങ്കെടുക്കുന്ന മിക്കവാറും അച്ഛന്മാർ സഭയെ അനുസരിക്കുന്നില്ലെന്ന് പ്രതിജ്ഞ എടുത്തവരാണ്. ഇങ്ങനെയുള്ള ഏകപക്ഷീയമായ അന്യായമായ ചർച്ചകൾ പ്രശ്നം പരിഹരിക്കാനുള്ളതല്ല. ആരുടെയൊക്കെ അജണ്ടകൾ നടപ്പിലാക്കാനുള്ള തന്ത്രങ്ങളും സമയം നീട്ടിയെടുക്കലുമാണ്. വത്തിക്കാനെ സ്വാധീനിക്കാൻ പറ്റാത്തതുകൊണ്ട് ഇവിടുത്തെ നീക്കങ്ങൾ വഴി വത്തിക്കാനെ വിമതരുടെ വരുതിയിലാക്കാനുള്ള നെറികെട്ട പ്രവൃത്തികൾ. അതൊരിക്കലും വിശ്വാസികൾ അനുവദിച്ചു തരില്ല.